ഈ പറയുന്ന പല ഘർവാപ്പസിക്കാരും വനവാസ് കല്യാണം എന്നൊക്കെ പറഞ്ഞ് പലയിടത്തും പോയി ഈ പറയുന്ന ഈ 2022-ലും 2021-ലും ഈ പ്രശ്നം ഉണ്ടാക്കിയിട്ട് എന്ത് റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടിയത്? ആ നാട്ടുകാരുടെ മുഴുവൻ ശത്രുവായി മാറി. ഇതെല്ലാം ഉണ്ടായത് അവരെ മനുഷ്യനായിട്ട് അക്സെപ്റ്റ് ചെയ്യും. അവരെ മനുഷ്യനായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന ആരാണ് അവരുടെ കൂടെ അവർ പോകും. അത് മനുഷ്യന്റെ സ്വഭാവമാണ്. അവൻ മൃഗമല്ല, മനുഷ്യനാണ്. ഒരിക്കലും വിചാരിക്കരുത് വീട്ടിൽ വളർത്തുന്ന നായ്ക്കളാണ്, നായെപ്പോലെ ആയിരിക്കണം, അല്ലെങ്കിൽ തെരുവ് നായ നമ്മൾ അടിച്ചോടിക്കുന്ന നായെപ്പോലെ അതേ രീതിയിലല്ല ഇന്ത്യയിലെ ദളിറ്റ്സും ഇന്ത്യയിലെ ആദിവാസികളും. ഇങ്ങനെയൊക്കെ നിങ്ങൾ കണ്ടൊരു സമയമുണ്ട്, അതൊക്കെ പോയി. അവിടെയാണ് ഈ പെനട്രേഷൻ ഉണ്ടായതെന്ന് ഞാൻ പറയുന്നത്. അവിടെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഞാൻ ഏതായാലും അവിടെ അടുത്ത മാസം പോകുന്നുണ്ട് ഈ ഭാഗങ്ങളിലൊക്കെ റീവിസിറ്റ് എന്തുവാണ് സംഭവം നടക്കുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടി. അതിനെപ്പറ്റി കൂടുതലായിട്ട് പിക്ചർ തരാം. മനസ്സിലാക്കുക, ആദിവാസികളും മനുഷ്യരാണ്, ദളിറ്റ്സും മനുഷ്യരാണ്. അവൻ്റെ സോഷ്യൽ സ്റ്റാറ്റസിലോട്ട് വരട്ടെ. അവൻ ആഹാരം കഴിച്ച്, അവൻ ഡ്രസ്സ് ഇട്ട് നല്ല വീട്ടിൽ അവൻ പഠിച്ച് അവൻ ഉയരം വരട്ടെ. ഈ പറയുന്നവർക്കൊക്കെ എഡ്യൂക്കേഷനും അതേപോലെ ജോലി, കാരണം ഇവർക്ക് ട്രൈബൽ കമ്മ്യൂണിറ്റിയാണ് ഈസിയായിട്ട് ഇത്ര പഠിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ജോലി കിട്ടും, ഗവൺമെൻറ് ജോലി കിട്ടും, പല ആൾക്കാരോട് പോലീസ് ജോലി ചെയ്യുന്നുണ്ട്. ഇതാണ് മാറ്റം ഉണ്ടായത്. ഈ മാറ്റം ഉണ്ടായത് ഗവൺമെൻറ്റിൻ്റെ വെൽഫെയർ കൊണ്ട്. കാരണം അവിടെ കയറാൻ പറ്റത്തില്ല, കാരണം അങ്ങനെ സ്ഥിതിയായിരുന്നു. ഈ പറഞ്ഞതൊക്കെ സത്യമാണ്. പക്ഷെ അവിടെ ഈ പെനട്രേഷൻ ഉണ്ടാക്കിയത് ഐഡിയോളജിക്കലി അവരെ മാറ്റിയതും അവർക്ക് ട്രാൻസ്ഫോർമേഷനും പുതിയ ലോകത്തെപ്പറ്റി മനസ്സിലാക്കി കൊടുത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാർ ഈ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്നത്. അവരിൽ മതപരിവർത്തനമോ മനപരിവർത്തനമോ അതൊക്കെ നിങ്ങൾക്കെടുക്കാം ഏത് രീതിയിലും. പക്ഷെ ഇവരെ മനുഷ്യനായിട്ട് അംഗീകരിക്കുക, ജാതി വ്യവസ്ഥത ഇല്ലാതാക്കുക. ജാതി ഇല്ലാതായാൽ മാത്രമേ ഈ പറയുന്ന 33-34% ഇന്ത്യയുടെ ബാക്ക്വേർഡ് ക്ലാസ് ആൻഡ് ട്രൈബ്സും ഉണ്ട്. അവരെ മെയിൻ സ്ട്രീം വന്നാൽ മാത്രമേ, അതേപോലെ ബാക്ക്വേർഡ് OBC ഉണ്ട്, അവരെ മെയിൻ സ്ട്രീമിൽ കൊണ്ടുവരണം. ഇതിനകത്ത് ഉദാഹരണം പറയുന്നത് കേരളത്തിലുണ്ടായ പോലൊരു മാറ്റം, അതായത് ശ്രീനാരായണ ഗുരുദേവനും അയ്യങ്കാളിയും ഇവരൊക്കെ കൊണ്ടുവന്നൊരു മാറ്റമുണ്ട്. ഇതിൻ്റെ അകത്ത് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല സ്വാമി വിവേകാനന്ദരെ. അതിൻ്റെയൊക്കെ കാര്യം എനിക്കറിയാം, നിങ്ങൾക്കും അറിയാം സംഭവം. അപ്പം ഞാൻ ഈ പറയുന്ന ശ്രീനാരായണ ഗുരുദേവനും അയ്യങ്കാളി ഇതേപോലെ റിഫോമിസ്റ്റുകൾ, ആ സംഭവങ്ങൾ ഈ നോർത്ത് ഇന്ത്യൻ ഈ പറയുന്ന ട്രൈബൽ കമ്മ്യൂണിറ്റിക്കകത്തും ഇന്ത്യയിലെ നോർത്ത് ഇന്ത്യയിലും വെസ്റ്റേൺ ഇന്ത്യയിലും വന്നിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ എല്ലാം മാറിയേനെ.